ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾ ഈ കഴിഞ്ഞ 4 ദിവസം പ്രതികരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അമേരിക്കൻ ഓഹരി വിപണിയിൽ, യൂറോപ്യൻ ഓഹരി വിപണികളിൽ, ജർമ്മൻ ഓഹരി വിപണികളിൽ, ഫ്രാൻസിന്റെ ഓഹരി വിപണികളിൽ എല്ലാം നഷ്ടമുണ്ടായി. ഇതിപ്പോൾ ഇന്നത്തോടെയൊക്കെ ചെറിയ തിരിച്ചുവരവുകൾ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവർ തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോയേക്കില്ല എന്ന സൂചനകൾ ഉണ്ടായതുകൊണ്ടാണ് ഇസ്രായേൽ എങ്ങനെയാണ് അതിനെ തിരിച്ചടിക്കുന്നത് എന്ന് ജാഗരൂകരായി നോക്കിക്കണ്ടതിന് ശേഷമാണ് പിന്നീട് ഈ ഓഹരി വിപണികൾ പ്രതികരിച്ചു തുടങ്ങിയത്. ഇതിപ്പോൾ ഇടവിട്ടുള്ള ആക്രമണം, ഇടവിട്ടുള്ള പ്രത്യാക്രമണം എന്ന നിലയ്ക്ക് മാത്രം മുന്നോട്ട് പോകുന്ന ഒന്ന് എന്ന നിലയ്ക്ക് സാമ്പത്തിക മേഖല കാണുന്നത് കൊണ്ടല്ലേ ഇത് തിരിച്ചു വരാനുള്ള ശ്രമം കാണിക്കുന്നത്. മറിച്ചെങ്കിൽ അതിന്റെ പരിണിതഫലം ലോകത്തെ ആകെ ബാധിക്കുന്ന ഒന്നായിരിക്കില്ലേ? അത് വളരെ ശരിയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓഹരി വിപണി മാത്രമല്ല ലോകത്തിൻ്റെ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനമെന്ന് മനസ്സിലാക്കണം. ഓഹരി വിപണി എപ്പോഴും സെൻസിറ്റീവാണ്. അത് വാർത്തകളുടെ പിന്നാലെ സഞ്ചരിക്കും. അതുകൊണ്ടിട്ട് നമുക്ക് ഒരു ട്രേഡിംഗ് നടക്കുന്ന മേഖലയിൽ ട്രേഡിംഗ് എപ്പോഴൊക്കെ ഓഹരി വിപണിയിൽ നടക്കുന്നോ അതിന് ഈ വാർത്തകൾ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘകാലത്തേക്ക് പണം നിക്ഷേപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമാകില്ല. പക്ഷെ കൂടുതൽ ആളുകളും ഈ ട്രേഡിംഗ് നടത്തുന്നവരായതുകൊണ്ടിട്ട് ഓഹരി വിപണി ദോഷകരമായി ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഞാൻ പറയുന്ന മറ്റൊരു പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കടലിടുക്കിനെ ആശ്രയിച്ചിട്ടുള്ള ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ നടക്കുന്നതിന് അത് സുഗമമായിട്ട് നടക്കുന്നതിന് തന്നെ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു. ഈ അസ്വസ്ഥത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കടലിടുക്ക് എളുപ്പം അടയ്ക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ അസ്വസ്ഥത വളരെ വലുതാണ്. അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ ഓഹരി വിപണി മാത്രമല്ല, മറ്റ് പിന്നീട് റിയൽ എക്കോണമിയിലും, ഓഹരി എക്കോണമി ഒരു ബബിൾ എക്കോണമിയും കൂടിയാണല്ലോ. പക്ഷേ റിയൽ എക്കോണമിയിൽ തന്നെ ദോഷം സംഭവിക്കുന്ന രീതിയിൽ ഈ യുദ്ധം നീണ്ടാൽ കുഴപ്പം സംഭവിക്കും. പക്ഷേ അതിൻ്റെ ഒരു സാധ്യത എത്ര കണ്ടെന്നുള്ളതിന് രണ്ടഭിപ്രായമുണ്ട്. രണ്ടല്ല, പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒന്ന് ഇവിടെ വാദിച്ചതുപോലെ ഇത് ചിലപ്പോഴും നീണ്ടുപോകാം. ഞാനെന്നാലും അതിനേക്കാളും കൂടുതൽ അധികം നീണ്ടു പോവില്ല എന്ന് എന്തോ ഞാൻ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ലെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ചില കാര്യങ്ങൾ കൂടി പറയാം. ഒന്നെന്ന് പറയുന്നത്, നമുക്കിപ്പം ഇത് സംഭവിച്ചിട്ട് ഈ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വില കൂടും. അപ്പോൾ ഒരു ഡോളർ ഒരു ബാരലിന് കൂടിക്കഴിഞ്ഞ് തീർന്നാൽ നമ്മളുടെ ഇമ്പോർട്ട് ബില്ല് തന്നെ 2 ബില്യൺ കൂടും. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കൂടുമ്പോൾ നമ്മുടെ ട്രേഡ് ബാലൻസിനെ ബാധിക്കും, ദോഷകരമായി ബാധിക്കും. അതുപോലെ തന്നെ കുഴപ്പങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ 10% വില വർദ്ധിച്ചാൽ, മറ്റൊരു കണക്ക് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ വില 10% വർദ്ധിച്ചു കഴിഞ്ഞിരുന്നാൽ GDP 0.3% നമുക്ക് കുറയുമെന്നും ഇൻഫ്ലേഷൻ 0.4% കൂടുമെന്നുമാണ് കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ വിലക്കയറ്റത്തേക്ക് ഹലോ കേൾക്കാം, എനിക്ക് കേൾക്കാം. അതായത് നമ്മൾ വിലക്കയറ്റത്തേക്ക് അല്ല, ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട ആശങ്ക അങ്ങ് അത് പങ്കുവെച്ചപ്പോൾ ഞാനത് ഒന്ന് ഊന്നി പറയുകയായിരുന്നു. കാരണം അത് നമുക്ക് നമ്മുടെ GDP, നമ്മുടെ വിപണികളെ, നമ്മുടെ വാങ്ങൽ ശേഷിയെ ഒക്കെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഇതുപോലെയുള്ള രാജ്യങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്ന സാമ്പത്തിക ക്രമം ഇപ്പോഴില്ല. അതെ, അത് ഈ സാധാരണക്കാരാണല്ലോ എപ്പോഴും കൂടുതലായിട്ട് വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത്. പിന്നെ റീജിയണലായിട്ടുള്ള ഡിസഡ്വാൻറ്റേജായിട്ടുള്ള ജോഗ്രഫിക്കലായിട്ട് ലൊക്കേഷൻ വളരെ അഡ്വാൻറ്റേജ് ഇല്ലാത്ത ഈ കേരളം പോലുള്ള സ്റ്റേറ്റുകൾക്ക് അതിലും കൂടുതൽ ദോഷം സംഭവിക്കും. അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധം ആളുകൾക്ക് വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഈ ഇതിനകത്തൊരു എക്സാജറേഷൻ കടന്നു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ അധികം പർവ്വതീകരിച്ച് കാണുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ മൂലധന വിപണിയൊക്കെ വല്ലാണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ അതൊരു ഘടകം മാത്രമാണ്. ഇന്ത്യയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ സ്റ്റോക്ക് മാർക്കറ്റല്ല പ്രധാനമായിട്ട് നമ്മുടെ GDPയെയും മറ്റു പല കാര്യങ്ങളെയും നിശ്ചയിക്കുന്ന ഘടകങ്ങൾ. അതുകൊണ്ടിട്ട് സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ കോവിഡിനെ നമുക്ക് നേരിടാൻ കഴിഞ്ഞതുപോലെ, അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞതുപോലെ, ട്രേഡ് വാറിനെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞതുപോലെ
ഇതിനെ അതിജീവിക്കാനുള്ള ഒരു ശേഷി ചിലപ്പം നമുക്ക് ഉണ്ടായേക്കാം. പക്ഷേ യുദ്ധം നീണ്ടാൽ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, യുദ്ധം നീണ്ടാൽ കുഴപ്പം തന്നെയാണ്. ഹോർമസ് കടലിടുക്ക് തീർച്ചയായിട്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ പ്രശ്നമാണ്. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയല്ല, ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും. ഇപ്പോഴും ലോക സമ്പദ് വ്യവസ്ഥ സ്ലോ ഡൗൺ ആണ്. ആ സ്ലോ ഡൗൺ ആയിട്ടുള്ള പ്രത്യേകിച്ച് യൂറോപ്യൻ എക്കോണമിയൊക്കെ വല്ലാണ്ട് സ്ലോ ഡൗൺ ആണ്. അതൊക്കെ വീണ്ടും വഷളാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ട്രംപിൻ്റെ പിന്നീട് പിടിപ്പുകെട്ട നയങ്ങൾ കൊണ്ടിട്ട് അമേരിക്ക വലിയ പ്രശ്നത്തിലാണ്, സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നത്തിലാണ്. ഇതിനെയെല്ലാം കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് പ്രശ്നങ്ങൾ വന്ന് ഭവിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും ആവശ്യമാണ് ഈ യുദ്ധം അധികം നീണ്ടുപോകാതിരിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ മറിച്ച് സംഭവിച്ചു കഴിഞ്ഞു തീർന്നാൽ നമ്മളെല്ലാം വലിയ പ്രശ്നത്തെ തന്നെ വിളിക്കും.